നാളെ കാണാൻ നമുക്ക് മുത്തും പവിഴവും പവിഴപ്പുറ്റുകളുമുള്ള മനോഹരമായ വർണ്ണമത്സ്യങ്ങളുടെ ലോകത്തേക്ക് പോകാം. എന്താ നക്ഷത്രമാമ, വലിയ സന്തോഷത്തിലാണല്ലോ. അയ്യോ, ഇനി എനിക്ക് ചിരിക്കാൻ വയ്യായി. ചിരിച്ച് ഞാൻ മടുത്തു. മടുത്തെങ്കിൽ വേഗം ചിരി നിർത്തിക്കോ. അധികം ചിരിച്ചാൽ കരയേണ്ടി വരുമെന്നാണ് പറയുന്നത്. എങ്ങനെ ചിരിക്കാതിരിക്കും സക്കറേ? ഈ മനുഷ്യരെന്തൊരു മണ്ടന്മാരാണ്. എന്തു പറ്റി? ഏതോ ഒരു നീരാളി ലോകകപ്പ് മത്സരം പ്രവചിച്ചെന്ന് പറഞ്ഞ് ഈ വീട്ടിലെ കുട്ടി ഒളിമ്പിക്സിൽ ഇന്ത്യ എന്ന് സ്വർണം നേടുമെന്നറിയാൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് മാമൻ വല്ലതും പ്രവചിച്ചോ? എന്തു പ്രവചിക്കാൻ? അതിരിക്കട്ടെ, ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ. നീ എവിടെയായിരുന്നു? ഞാൻ ആ ഗോൾഡ് ഫിഷിന്റെ ബംഗ്ലാവ് വൃത്തിയാക്കാൻ പോയതായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2 ദിവസത്തെ ജോലി ഉണ്ടായിരുന്നു. ഞാൻ എത്ര ആത്മാർത്ഥതയോടെ ജോലി ചെയ്താലും ആ ഗോൾഡ് ഫിഷിന് കുറ്റം തീരില്ല. എന്തു ചെയ്യാം, എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേൾക്കാനാണ് എൻ്റെ വിധി. സാരമില്ല സക്കറെ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം നിനക്ക് വരും. വരുമായിരിക്കും. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിന്നെ ആരെങ്കിലും ക്ഷണിച്ചോ? ഈ അക്വേറിയത്തിന്റെ അലങ്കാരമായി ഞങ്ങളോടൊപ്പം നിൽക്കാൻ നിനക്കൊരു യോഗ്യതയുമില്ല. ജോലി ഉള്ളപ്പോൾ അറിയിക്കാം, അപ്പോൾ വന്നാ മതി. അയ്യോ, കണ്ണു കാണാൻ വയ്യേ. ഹോ, എന്തൊരു അസ്വസ്ഥത. ഞാൻ ഇപ്പം മരിക്കുവേ. അക്വേറിയത്തിൽ അഴുക്ക് കാരണം നമ്മുടെ കൂട്ടുകാരെല്ലാം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആ സക്കറിനാണെങ്കിൽ കാണാനുമില്ല. ഇനിയും അഴുക്ക് വർദ്ധിച്ചാൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. നമുക്കെല്ലാവർക്കും ആ നക്ഷത്രമാവിനെ ഒന്ന് ചെന്ന് കണ്ടാലോ? ആര് വേണമെങ്കിലും ചെന്ന് കാണാം. എന്താ എല്ലാരും കൂടി? മാമാ, ഞങ്ങൾ എല്ലാവരും മരണത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അക്വേറിയത്തിൽ അഴുക്ക് കൂടിക്കൂടി വരികയാണ്. എന്തുകൊണ്ട്? ആ സക്കർ മത്സ്യം അഴുക്ക് വൃത്തിയാക്കാത്തത് കൊണ്ട്. സക്കർ ആർക്ക് വേണ്ടിയാണ് ഈ അക്വേറിയം മുഴുവൻ വൃത്തിയാക്കുന്നത്? സക്കറിന് വേണ്ടിയോ അതോ നമുക്ക് വേണ്ടിയോ? അത് എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? പറയൂ. നമുക്ക് വേണ്ടിയാണ് മാമ. ഈ അക്വേറിയത്തിൽ സക്കർ ചെയ്യുന്ന വലിയ നന്മ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. സക്കർ പണിമുടക്കിയത് കൊണ്ട് നമുക്കെല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നത് മരണമാണ്. ഈ അക്വേറിയത്തിലെ അഴുക്കുകൾ വൃത്തിയാക്കി നമ്മളുടെ ജീവൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല. നിങ്ങൾ ചെയ്ത ആ വലിയ തെറ്റിന്റെ ഫലമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്നത്. തെറ്റുപറ്റി മാമാ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. സക്കറിനോട് ഞങ്ങൾക്ക് മാപ്പ് പറയണം. നക്ഷത്രമാമ, അതാ കല്ലിന്റെ അടിയിൽ നമ്മുടെ സക്കർ. സക്കറേ, ചങ്ങാതി, ഞങ്ങളോട് ക്ഷമിക്ക്. വാക്കുകൾ കൊണ്ട് ഞങ്ങൾ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല. എല്ലാം ഞങ്ങളുടെ അറിവില്ലായ്മയെ കണ്ട് നീ ഞങ്ങളോട് ക്ഷമിക്കണം. മോനെ സക്കറെ, നിന്റെ കൂട്ടുകാരെ രക്ഷിക്കടാ. ചങ്ങാതിമാരെ, എനിക്ക് ആരോടും ഒരു വഴക്കുമില്ല. പിന്നെ സ്വന്തം സഹോദരന്മാരായ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലെ എനിക്ക് തോന്നി. ഈ അക്വേറിയത്തിലെ അഴുക്ക് വൃത്തിയാക്കുന്ന കാര്യം പോലും ആ സങ്കടത്തിൽ ഞാൻ മറന്നുപോയി. കൂട്ടുകാരെ, 1 മണിക്കൂറിനുള്ളിൽ ഈ അക്വേറിയത്തിലെ അഴുക്കുകളെല്ലാം ഞാൻ നീക്കിയിരിക്കും. പല നിറമാണ് പോലും ഞങ്ങൾ ഇനി മുതലൊന്നാടേ. പല നിറമാണ് പോലും ഞങ്ങൾ ഇനി മുതലൊന്നാടേ. ദൈവതലത്തിൽ സുന്ദര സൃഷ്ടികളാണ് മത്സ്യങ്ങൾ.
ദൈവകരത്തിൻ സുന്ദര സൃഷ്ടികളാണ് മത്സ്യങ്ങൾ.